ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഭാസ്കറിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയാണ് പബ്ലിക് പ്ലേസിലിരുന്ന് മദ്യപിച്ചതിൻ്റെ പേരിൽ. അങ്ങനെ അത് സുഭാഷ് കാണുന്നുണ്ട്. സുഭാഷും നികേഷും കൂടി വന്ന് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ പബ്ലിക് പ്ലേസിലിരുന്ന് ഇയാളെ മദ്യപിച്ചു, ഇയാളെ പിടിച്ചുകൊണ്ട് പോവുകയാണ് എന്ന് പറയണം. അപ്പോൾ അയ്യോ ഇതെൻ്റെ അച്ഛനാണ്, ഇത്തവണത്തേക്ക് മാപ്പാക്കണം, ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പോലീസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ മക്കളും മരുമക്കളൊക്കെ ആയിട്ട് വന്നിട്ടാണോ താൻ ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നത്, തനിക്ക് ഇത്രയും വയസ്സായില്ലേ, ഒന്നുമില്ലെങ്കിലും തനിക്ക് നേരെ നടന്നൂടെ എന്നൊക്കെ പറഞ്ഞ് ഭാസ്കറിനെ പോലീസ് വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഒരിക്കലും ഇങ്ങനെ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ പറഞ്ഞ് പോലീസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ പോലീസ് ഭാസ്കറിനെ വെറുതെ വിട്ടിട്ട് പോവുകയാണ്, പിടിച്ചുകൊണ്ട് പോകുന്നില്ല. മക്കളും നിധിയും എല്ലാവരും കൂടെ ഭാസ്കറിനെ വഴക്ക് പറയുന്നുണ്ട്. നല്ലൊരു ദിവസമായിട്ട് ഒന്ന് സന്തോഷിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ബീച്ചിലേക്ക് വന്ന് ഇങ്ങനെയുള്ള കാര്യമാണോ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നികേഷും സുധീഷും കൂടെ പിണങ്ങി പോവുകയാണ്. അങ്ങനെ ബാക്കിയുള്ളവരും പുറകെ പോകുന്നുണ്ട്. അങ്ങനെ വീടെത്തിയതും അവർ അച്ഛൻ്റെ പിന്നെയും വഴക്ക് പറയാണ്. നിങ്ങളെ കൂട്ടിയിട്ട് പോകണ്ടെന്ന് നിധിയുടെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ നിധി പോയി വിളിച്ചതെന്ന് പറഞ്ഞിട്ട് സുധീഷ് നിധിയെ വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അവളെ എന്തിനാ വഴക്ക് പറയുന്നത്, അവൾ സ്നേഹം നിലയ്ക്കല്ലേ വിളിച്ചത്, അച്ഛനല്ലേ തെറ്റ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. നികേഷ് അപ്പോഴേക്കും അച്ഛൻ്റെ അടുത്ത് ചൂടായിട്ട് ഇറങ്ങി പോടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എന്തിനാ ഞാൻ ഇറങ്ങി പോകുന്നത്, ഇത് എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയും, നിനക്ക് എന്താ അവകാശമുള്ളത് എന്ന് പറഞ്ഞ് നികേഷിൻ്റെ അടുത്ത് ഭാസ്കരൻ ചൂടാവുന്നുണ്ട്. അത് കഴിഞ്ഞതും അവർ അകത്ത് കയറി പോവുകയാണ്. അത് കഴിഞ്ഞ് നിധി അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എല്ലാവരും കൂടി സന്തോഷമായിട്ട് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അച്ഛനെയും കൂടെ കൂട്ടിയത്. എന്നെ പറഞ്ഞാൽ മതിയല്ലോ, മക്കൾ നിങ്ങളെ വഴക്ക് പറയുന്നതിൽ ഒരു തെറ്റുമില്ല, അതിനുള്ള അർഹത നിങ്ങൾക്കുണ്ട്, ഇങ്ങനെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ അത് കിട്ടുക തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് നിധിയും വഴക്ക് പറയുന്നു. നികേഷ് വീടിൻ്റെ ഫ്രണ്ടിലിരുന്ന് പഠിക്കുകയാണ്. അപ്പോൾ നിധി വരുന്നുണ്ട്, എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്. അങ്ങനെ അവർ രണ്ടാളും കൂടെ വർത്താനം പറയുന്നു. അപ്പോൾ സുധീഷ് വന്നിട്ട് സ്കൂട്ടി എടുത്തിട്ട് വീടിന് ഫ്രണ്ടിലൂടെ ഇങ്ങനെ റൗണ്ട് ചുറ്റി കളിക്കണം. അപ്പോൾ വെറുതെ ഇരിക്കാൻ വയ്യാത്തതുകൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുറത്തേക്ക് എടുത്തിട്ട് പോകണമെന്നുണ്ട്, പക്ഷേ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ടാണ്, അപ്പോൾ സമയം പോകണ്ടേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വട്ടം കറങ്ങാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിധിക്ക് വണ്ടി ഓടിക്കാൻ അറിയാത്തതിൻ്റെ പേരിൽ നിധിയെ കുറേ കളിയാക്കുന്നുണ്ട്. നിനക്ക് ഈ വണ്ടി ഓടിക്കാൻ കഴിയില്ല, ഒരിക്കലും നീ ഓടിക്കാനും പോകുന്നില്ല, ലൈസൻസ് എടുക്കില്ല, ലേണേഴ്സ് എടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അത് നിധിക്ക് വല്ലാതെ കൊണ്ടു. ദേഷ്യം വന്ന് വേഗം സ്കൂട്ടി എടുത്തിട്ട് ഓടിക്കാൻ നോക്കുകയാണ്. ഓടിക്കുന്ന ടൈമിൽ സുധീഷിൻ്റെ അടുത്ത് പുറകിലൊന്ന് ഇരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷിന് അത് കേട്ടതും വല്ലാത്തൊരു സന്തോഷമാണ്, ആഹ്ലാദത്തോടെ അവൻ കയറി വന്നിരിക്കുന്നുണ്ട്. പിന്നെ ബാക്കിൽ നിന്ന് ഇങ്ങനെ കൈയൊക്കെ വിരുത്തി നല്ല സ്നേഹത്തോടെ ഇരുന്ന് നിധി വീടിന് ഫ്രണ്ടിലൂടെ ഇങ്ങനെ റൗണ്ട് ചുറ്റുന്നുണ്ട്. അങ്ങനെ അത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.